അതാണ് വേണ്ടത്ര. ടേക്ക് ദ വേർഡ്. എടുത്തേ വചനം എടുത്തേ. എബ്രായർ 5:2. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞേ, അവൻ തന്നെ ബലഹീനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ, ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന രണ്ട് ആത്മബന്ധത്തിന് രണ്ട് ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ് അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവര്. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷെ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷെ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവരൊക്കെ ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് പറയണത് മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc B.Ed ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc B.Ed ആണെന്ന് പറഞ്ഞ് തലയിൽ കയറ്റിയൊക്കെയാണ്. മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നീ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഫിലിപ്പിയർ 2:5. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? പറ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല. സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല. ഞാൻ വലിയ ഒരു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല, തട്ടിക്കളയും. അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാ.
ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത്? വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം. എന്ത് മനോഭാവമായിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പൊ പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയിൽ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത്. നമ്മുടെ ഭൂമി കുരുങ്ങണത്, ആകാശം കുരുങ്ങണത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ കാലം കടന്നു പോകുന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം. ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നടന്നു, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾക്കാണ് പ്രയോജനം. എന്താ കാര്യം? ഇപ്പം തന്നെ അർപ്പിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞില്ലേ? അർപ്പിതം എന്താ പ്രശ്നം? അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട്. അർപ്പിതിനോട് പറയും ഇതൊക്കെ എൻ്റെ അവരെ കിട്ടിക്കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോഴും നാരായണ എന്ന് പറയും, പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും. എന്താണ്? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയും, എടാ പള്ളിപ്പോടാ എന്ന് അമ്മ വിളിക്കും. അമ്മ പറയും എനിക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും. വർക്കൗട്ട് എന്ന് വെച്ചാൽ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനാ വർക്കൗട്ട് എന്ന് പറയണത്. അപ്പോൾ അവൻ പള്ളിയിൽ പോകാതെ വർക്കൗട്ടിന് പോകും. വർക്കൗട്ടിന് പോയി ജിംനേഷ്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. എന്താ കാര്യം? യു ആർ അഡ്മിറ്റഡ്. എന്താണ്? നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഇവന് കരച്ചിൽ വരാമെന്ന് അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടും. അവൻ ജിംനേഷ്യത്തിൽ നിന്ന് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കെ വന്ന് കണ്ണീരോടെ വലിയവായി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. ഞാൻ ആനുകൂല്യം അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടങ്ങുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും. പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞാൻ നിന്നോട് അകലും. എന്നിട്ടും ഞാനിങ്ങനെ പല പ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവെ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വെട്ടപ്പെട്ടി പോലെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയേകിട. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയേകിട. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ അവൻ പള്ളിയും പറ്റത് നിന്നുകൊണ്ട് തേങ്ങി കരയും. കർത്താവേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചോ? നീ എനിക്ക് തന്ന കഴിവുകൾ, എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത്, എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി. ഞാൻ അപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് പറയാൻ കാര്യം, ഈ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ്.
അപ്പം അവന് ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവത്തിൻ്റെ മെറിറ്റിൽ അവനെ റീസ്റ്റേറ്റ് ചെയ്യാനും. അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത്, കർത്താവെ അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അനുതാപത്തോടുകൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അർപ്പിത് കൃപാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാന അനുഭവങ്ങളുടെ അവൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയൊരു സ്ഥലമാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാക്കുകൾക്ക് നിന്നെ തന്നെ നീ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. കൃപയുടെ വാസസ്ഥലം, കൃപാസനം, വേദനിക്കുന്നവർക്കെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നൂറ്റാണ്ടിലെ യൂത്തിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ. കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്പിറ്റ് ചെയ്യുന്നൊരു സാക്ഷ്യമാണത്. കാര്യം ഉടമ്പടി എടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻവലിക്കൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യനെ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കണത്. കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും. അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഹെവനിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പഴയ ഇംഗ്ലീഷ് പോയമാണ്. ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിൽ പോയി ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന്. പക്ഷെ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞി കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ്. സങ്കീർത്തനം 139 തിരുവചനം 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഒരു മനോഹരമായി ഇത് അനാദികാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ്. ദൈവസ്നേഹത്തിൻ്റെ വാരിപ്പുണർച്ച. ഇട്ടേച്ചും പോയാലും പുറകെ വരും, ഒരു പട്ടിയെപ്പോലെ പുറകെ വരും. നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാൾ മുമ്പേ വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ? അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മറുതലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം. ഞങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങളെ വിട്ടുപിരിയാത്ത അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൂടെ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ധ്യാനത്തിൻ്റെ ഒരു അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടുകൂടെ കരം കരിച്ചുകൊണ്ട് കൂടെ നടക്കും. കാര്യം അത്ര കണ്ട് ദൈവസ്നേഹമാണ് ഉടമ്പടിയിൽ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ദൈവസ്നേഹം അനുഭവിച്ച എല്ലാ മനുഷ്യരെ പോലെ എന്നെയും അങ്ങയുടെ ആത്മബന്ധത്താൽ സ്നാനം ചെയ്യിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്വന്തമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ നൽകണമേ. കൈവിടുന്നു ഒരു നാളും മറന്നു. അതായത് ഇപ്പൊ സിസ്റ്റർ അൽഫോൻസ മറിയത്തിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അൽഫോൻസ മറിയത്തിന് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും ഇവിടെ മെരിറ്റ് ടോർപ്പടയാണ് കാണാൻ പറ്റുക. ദൈവം എപ്പോഴും നമുക്കറിയാവുന്ന ഗ്രേസ് ദൈവത്തിൻ്റെ തൽഭവമോ തത്സമമോ ആണ്. ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത്. കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും. എപ്പം നിങ്ങളുടെ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരണത്. എന്നുവെച്ചാൽ നിങ്ങൾ കൃപയിലേക്ക് വരണത്. ഇപ്പോൾ അൽഫോൻസ മറിയം ഇപ്പോൾ 2ാമത്തെ കൊല്ലം MBBS എഴുതുന്ന സിസ്റ്റർ, അപ്പോൾ പ്രൊവിൻഷ്യൽ പറയും, ദിസ് ഈസ് യുവർ മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. സിസ്റ്റർ വളരെ പ്രൂഡൻ്റായിട്ട് ഉള്ള വിവേകമുള്ള പ്രൊവിൻഷ്യലാണ്. കാര്യം അത് ഒരു ദൈവവിളിയുടെ കാര്യമായതുകൊണ്ട് വളരെ ഭവ്യമായിട്ട് ഇടപെടും. ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അബൈഡ് ചെയ്യും. അല്ല, നിങ്ങൾ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു. നല്ല ഡിസിഷൻ. അപ്പോൾ എന്തു ചെയ്യും? പ്രൊവിഷ്യലല്ലേ നമുക്ക്. ഇപ്പം നമ്മുടെ സുപ്പീരിയേഴ്സ് അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവഹിതത്തിൻ്റെ ഒരു ചാനലെന്ന് പറയണത്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയണത് ഈ സുപ്പീരിയേഴ്സ് പോലും ഇരുട്ടിൽ തപ്പുന്ന ഹൗ ടു ഗീവ് എ ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നൊരു സമയമുണ്ടാവും, അവർക്കുണ്ടാവും എന്ത് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ സിസ്റ്റർ തന്നെ പുരുഷ പറയും, സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് തീരുമാനിക്കാൻ പറയും. പക്ഷേ അതൊരു നല്ല തീരുമാനമാണ്. കാര്യം അവർക്ക് തീരുമാനിക്കാം. അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവരെ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഇവർ പഠിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അത് മുടക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ സ്റ്റഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. പക്ഷേ അത് ഇവരുടെ രോഗം എന്താ? തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും റെസ്പിറേറ്ററി പ്രതിരോധത്തിലായി. ശ്വാസം മുട്ടൽ തുടങ്ങി IC കൊണ്ടുപോയിട്ട് ഇങ്ങനെ ICന്ന് പിന്നെ ഇറക്കിക്കൊണ്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ തന്നെ തീർന്നെന്ന് പറയുമ്പോഴും ഇവരുടെ അമ്മ പറയും തീർന്നിട്ടില്ലെന്ന് പറയും. ഉടമ്പടി കിടക്കണില്ലേ? അതാണ് സംഭവം. സിസ്റ്ററിൻ്റെ അമ്മ പറയും എല്ലാവരും തീർന്നെന്ന് പറയും. ICന്ന് വെന്റിലേറ്ററിലല്ല പോണത്. അപ്പോൾ തീർന്നെന്ന് പറയുമ്പോൾ അമ്മ പറയും തീർന്നിട്ടില്ല മോളെ, ഉടമ്പടിയുണ്ട്. തീർന്നിട്ടില്ലെന്ന് പറയാൻ കൃപാസനം മാതാവ് ഉണ്ട് നമുക്ക്. അത് ജനകോടികളുടെ അനുഭവമാണ്. ഇന്ന് കൈയടിച്ച് ശ്രുതികട അപ്പോഴേ സിസ്റ്റർ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് സിസ്റ്ററിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് നമുക്ക് പോകാം, നീ സന്യാസം ഉപേക്ഷിക്കേണ്ട, നീ മെഡിക്കലും പ്രൊഫഷനും ഉപേക്ഷിക്കേണ്ട, മുന്നോട്ട് പോകാം
മാതാവ് നമ്മളെ സഹായിക്കും. പക്ഷേ മാതാവ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. കാര്യം ഇവിടെ വീക്കാണ്, ബോഡി വീക്കാണ്, അവർ തളർച്ചയാണ്, പഠിക്കാൻ പറ്റണില്ല, എക്സ്പോഷർ കിട്ടണില്ല. എക്സ്പോഷർ എന്ന് പറയണത് അവർക്കറിയാവില്ല, അവരുടെ ക്ലാസ്സിന് പറ്റുന്ന രീതിയിൽ സൈക്കോളജിയിലും സൈക്കോപത്തോളജിയിലും അതുപോലെ തന്നെ അനാട്ടമിയിലും ഒക്കെ എക്സ്പോഷർ ഉണ്ട്, എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ട്. അതിനൊന്നും പോകാൻ പറ്റണില്ല, കിടപ്പാണ് എപ്പോഴും. ഈ കിടക്കണ ആളെങ്ങനെ പരീക്ഷ എഴുതണത്, എഴുതുന്ന ആളെങ്ങനെ മുന്നോട്ട് പോകണത്? അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയും ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ. അല്ല നിനക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ സ്വന്തമായിട്ട്, സിസ്റ്റർ സ്വന്തമായിട്ട് പറയും, ഈശോ നീ എന്നോട് പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ. എനിക്ക് സങ്കടം തോന്നണം വല്ലാതെ, അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു, അത് നീയാണ് എന്നോട് സത്യമായിട്ടും പറഞ്ഞത് മുന്നോട്ട് പോകാൻ. എനിക്കിപ്പോൾ കര നീന്തിട്ട് കര പറ്റണില്ല, ഞാൻ മുങ്ങിപ്പോകാൻ പോലെ തോന്നുന്നത്. പുറകോട്ട് തിരിച്ച് നീന്താനും പറ്റണില്ല, മുമ്പോട്ട് നീന്താനും പറ്റണില്ല, നടുക്ക് കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഞാൻ, എന്ത് ചെയ്യും? അപ്പോഴെന്നോട് അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന മോഡൽ എക്സാം. അപ്പോൾ ഈശോ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. എന്താ പ്രശ്നം? മോഡൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോഴും മോഡൽ എക്സാം എഴുതണം. അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ എഴുതാൻ പോകേണ്ടി. പക്ഷേ എഴുതിയിട്ട് കാര്യമില്ല, ഇവർക്ക് എഴുതിയിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് മെറിറ്റില്ലല്ലോ, അറ്റൻഡൻസ് അല്ല, മെറിറ്റില്ല ആദ്യം. കാര്യം അവരുടെ പഠിച്ചിട്ടില്ല, അവർക്ക് എക്സ്പോഷർ ഇല്ല. അപ്പം മെറിറ്റ്, ഉടമ്പടിയുടെ ഭാഷ എന്താണ്? മെറിറ്റില്ലെന്നുള്ളതാണ്, നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഗ്രേസാണ്. ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത്, ഉടമ്പടിയെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത്, ആ വെളിപാടിൻ്റെ മൂർധന്യത്തിൽ ഈശോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണം മോനെ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ്. അവിടെ മെറിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കും. മെറിറ്റ് ഇങ്ങനെ കുറഞ്ഞ് സിസ്റ്ററിന് 0 ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞല്ല മുന്നോട്ട് പോകാൻ. അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോയി ഇത് എഴുതും, എന്ത് മോഡൽ എക്സാം എഴുതും. മോഡൽ എക്സാം എഴുതിയിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സിസ്റ്ററിന് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിന് മനസ്സിലാകത്തില്ല, ബാച്ചിന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ മനസ്സിലാകാത്ത ഒരു ജീവിതം ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ നോക്കിക്കണ്ട, ഈ ആളിൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കറിയാം. അപ്പോൾ ഈ മോഡൽ എക്സാമിന് ബാച്ചുകാർക്ക് മനസ്സിലാകും സിസ്റ്ററിനെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് സിസ്റ്ററിൻ്റെ കൂടെ. അത് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ശക്തിയുണ്ട്. കാര്യം ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും അടയാളമുണ്ട്. കാരണം വിശ്വസിക്കുന്നവർക്ക് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയണതേ. വെറുതെ അവിടെ അമേരിക്ക ഉണ്ട് ഇപ്പുറത്ത് ആഫ്രിക്ക ഉണ്ടെന്ന് വിശ്വസിക്കണമല്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത്. അതിന് വിശ്വാസമുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കും എന്ന് പറയും. പണ്ട്